എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം, വെരി ഗുഡ് മോർണിംഗ്. സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിന്റെ 51ാമത് എപ്പിസോഡാണ്. 50ാമത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഈ 50 എപ്പിസോഡുകൾ പിന്നിട്ട് നമ്മൾ ഈ നിൽക്കുമ്പോൾ നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ 5 AM ക്ലബിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പൊ ഈ 50 എപ്പിസോഡുകളിലൂടെ 50ലധികം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ 51ാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥിരം പാറ്റേണിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസവുമായിട്ടാണ്. സാധാരണ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും, ആ ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു എന്നുള്ളതും അതിന്റെ SCERT NCERT ഫാക്റ്റുകളെയൊക്കെ അനലൈസ് ചെയ്യായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൽ നിന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചു. കാരണം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് അറിയാലോടാ, ഇന്ന് ഫെബ്രുവരി 8-ാം തീയതിയാണ്. ഇന്ന് 10th പ്രിലിംസിന്റെ 4ാം ഘട്ടം നടക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10th പ്രിലിംസ് പരീക്ഷയുടെ 4ാം ഘട്ട പരീക്ഷ ഇന്നാണ് നടക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം മാരത്തോണിലും ഒക്കെ ഞാൻ നിങ്ങളോട് ഡീൽ ചെയ്ത സബ്ജക്ട് എന്ന് പറയുന്നത് കേരള നവോത്ഥാനമായിരുന്നു. അപ്പൊ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ 5 AM ക്ലബിന്റെ 51ാമത് എപ്പിസോഡിൽ ഞാൻ അത് തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ നോട്ട്സിന്റെ ഒരു 5 AM ക്ലബിന്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ അറിയാലോ, രാവിലെ പഠിച്ച നന്നായിട്ട് പഠിക്കാം. അപ്പൊ റെഡി ആണെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഒരു ആവി പറക്കുന്ന ചൂട് കാപ്പിയൊക്കെ ആയിട്ട് ഇരുന്നോളാം. നമ്മൾ അടിപൊളിയായിട്ട് ഒരാളിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. കേരള നവോത്ഥാനത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി, ചോദ്യങ്ങളിലൊക്കെ ആവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ഞാൻ ഇവിടെ ഒരു ചോദ്യം രൂപത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറയും. ആ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് ആ വ്യക്തി ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകളിലോട്ടൊന്ന് കടക്കാം. അപ്പൊ നോക്കിക്കേ, കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. നോക്കിക്കേടാ, കുഞ്ഞിക്കണ്ണൻ എന്നാണ് ബാല്യകാല നാമം. കുഞ്ഞിക്കണ്ണൻ എന്നാണ് ബാല്യകാല നാമം. കർഷക തൊഴിലാളികളുടെ മിത്രമെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. കാവിയിൽ നിന്ന് ഖദറിലേക്ക് പരിവർത്തനം നടത്തിയ നവോത്ഥാന നായകൻ കൂടിയാണ് ഈ പറയുന്ന വ്യക്തി. രാജയോഗാനന്ദ കൗമുദി എന്ന് പറയുന്ന യോഗശാല സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. അപ്പൊ ഇത്രയും സൂചനകൾ, ഈ 4 സൂചനകളിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തി ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ആരായിരിക്കും ആ വ്യക്തി? കുഞ്ഞിക്കണ്ണൻ എന്നാണ് ബാല്യകാല നാമം എന്ന് പറയുന്നത്. കർഷക തൊഴിലാളികളുടെ മിത്രമെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. കാവിയിൽ നിന്ന് ഖദറിലേക്ക് പരിവർത്തനം നടത്തിയ നവോത്ഥാന നായകനാണ്. ഒരു യോഗശാല, രാജയോഗ നന്ദ കൗമുദി എന്ന് പറയുന്ന ഒരു യോഗശാലയും സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? ഈ പറയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. നിങ്ങൾ വെറുതെ കൺഫ്യൂസ്ഡ് ആവണ്ട. എന്ത് ചെയ്യാ, നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൂടെ നോക്കാം. എന്താ, തൈക്കാട് അയ്യയാണോ, അയ്യ വൈകുണ്ഠസ്വാമികളാണോ, വാഗ്ഭടാനന്ദനാണോ, അതോ സഹോദരൻ അയ്യപ്പനാണോ? ഇവര് 4 പേരിൽ ആരെ കുറിച്ചാണ് ഈ സൂചനകൾ തന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം വരുന്നത്. അപ്പൊ ആരെ കുറിച്ചാണ്? ആ ആളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആരെ കുറിച്ചാണ് ഈ സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആരെ കുറിച്ചാണ് ഈ സൂചന? നമുക്കൊന്ന് നോക്കാം ആരെ കുറിച്ചാണെന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വാഗ്ഭടാനന്ദനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞത്. കർഷക തൊഴിലാളികളുടെ മിത്രം എന്നറിയപ്പെടുന്നതും, കാവിയിൽ നിന്ന് ഖദറിലേക്ക് പരിവർത്തനം നടത്തിയതും, അതേപോലെ തന്നെ നമ്മളെ രാജയോഗ നന്ദ കൗമുദി എന്ന് പറയുന്ന യോഗശാലയുടെ കേസ് ആണെങ്കിലും ഇതൊക്കെ ആരെ കുറിച്ചാണ്? ആ കുഞ്ഞിക്കണ്ണൻ എന്ന ബാല്യകാല നാമവും ഒക്കെ വാഗ്ഭടാനന്ദനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചോളുക. അപ്പൊ വാഗ്ഭടാനന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. വാഗ്ഭടാനന്ദൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന സംഭവമാണ് എന്ത്? ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് അല്ലെ. എന്നാ സ്ഥാപിക്കപ്പെട്ടെ? 1917 സ്ഥാപിക്കപ്പെട്ട ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് അല്ലെ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകനാണ് ആര്? വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശരിയായ പേരെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ശരിയായ പേര് ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശരിയായ പേര്, യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. വയലേരി
കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ VK ഗുരുക്കൾ എന്നുകൂടി അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ വാഗ്ഭടാനന്ദനെ പറ്റിയിട്ട് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. നോക്കിക്കേ, വെറുതെ പറഞ്ഞു പോവല്ല, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഇത് കംപ്ലീറ്റ് പഠിക്കും. വാഗ്ഭടാനന്ദനെ പറ്റി എന്ത് ചോദ്യം വന്നാലും നമുക്കത് എഴുതാൻ തക്കവണ്ണം പ്രാപ്തി നമ്മൾ നേടിയിരിക്കും. ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, വാഗ്ഭടാനന്ദൻ ജനിച്ചത് എവിടെയാടാ? കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന് പറയുന്ന സ്ഥലത്ത് 1885 ഏപ്രിൽ 27-നാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. നമ്മൾ ബാല്യകാല നാമം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം. യഥാർത്ഥ പേര് എന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. ചോദ്യം വരാം. ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണനും യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുമായിരുന്നു. ഇനിയോ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഇനി മരണം എപ്പോഴാണ്? 1939 ഒക്ടോബർ 29-നാണ് ഇദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, അപ്പൊ ജനനം കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന് പറയുന്ന സ്ഥലത്ത് 1885 ഏപ്രിൽ 27-നായിരുന്നു. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. ഇദ്ദേഹത്തിന് മറ്റൊരു വ്യക്തിത്വമാണ് എന്ത് കൊടുത്തത്? ഈ വാഗ്ഭടാനന്ദൻ എന്ന പേരൊക്കെ കൊടുത്തത്. അത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് ബാല്യകാല നാമം എന്ന് പറയുന്നത് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. ഇദ്ദേഹം അന്തരിക്കുന്നത് 1939 ഒക്ടോബർ 29-നാണ്. അപ്പോ നമ്മുടെ വാഗ്ഭടാനന്ദനെ പറ്റിയിട്ട് ഏകദേശം, അതായത് ഒരു ഔട്ട്ലൈൻ മാത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അല്ലെ ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ, ഇദ്ദേഹത്തിന്റെ എന്തൊക്കെ ആശയങ്ങളുടെ വക്താവായിരുന്നു ഇദ്ദേഹം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നോക്കിയാലോ നമുക്കൊന്ന്. വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കർഷക തൊഴിലാളികളുടെ മിത്രം എന്നറിയപ്പെടുന്നതാണ്. നമ്മുടെ ലേബർ നമ്മുടെ തൊഴിലാളി സംഘടനകള്, ലേബർ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തൊഴിലാളി സംഘമായിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി, അതിന്റെ രൂപീകരണത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ കർഷക തൊഴിലാളികളുടെ മിത്രം എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. പിന്നെയോ, അദ്ദേഹത്തെ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നുള്ള യഥാർത്ഥ നാമത്തെ നമ്മളത് കുറച്ചുകൂടെ ചുരുക്കും, അല്ലെ, ഷോർട്ടാക്കി VK ഗുരുക്കൾ എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. എങ്ങനെ അറിയപ്പെട്ടു? VK ഗുരുക്കൾ എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പിന്നെയോ, ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ബാലഗുരു എന്ന്. ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. പിന്നെയോ, ഒരു കാര്യം ശ്രദ്ധിച്ചേ, വിഗ്രഹാരാധനകളോട് ഇദ്ദേഹത്തിന് പൊതുവെ എതിർപ്പായിരുന്നു. അപ്പൊ വിഗ്രഹമില്ലാത്ത ആരാധനയാണ് ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. വിഗ്രഹാരാധനകളോട് എതിർപ്പായിരുന്ന ഇദ്ദേഹം വിഗ്രഹങ്ങൾ ഇല്ലാത്ത ആരാധനയ്ക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത്. അതായത് നിർഗുണോപാസന, അതായത് ഒരു രൂപത്തെ മുന്നിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കുന്നില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കേണ്ട കാര്യമല്ല, ആ വിഗ്രഹം ഇല്ലാത്ത ഒരു ആരാധനയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വാഗ്ഭടാനന്ദൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? കർഷക തൊഴിലാളികളുടെ മിത്രമാണ് വാഗ്ഭടാനന്ദൻ, അല്ലെ? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അഥവാ VK ഗുരുക്കൾ എന്നറിയപ്പെടുന്നു, ആണല്ലോ. പിന്നെയോ, വേറൊരു പേരിലൂടെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ടല്ലോ, ബാലഗുരു, അല്ലെ? ബാലഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. ഇന്നെയോ, വിഗ്രഹങ്ങൾ ഇല്ലാത്ത ആരാധനാ സമ്പ്രദായങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ഈ പോയിന്റുകളൊക്കെ ഇവിടെ വെച്ച് തന്നെ പഠിച്ചിട്ട് പോകണം. ചിലപ്പോ ഇന്ന് ഉച്ചക്കത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായെന്ന് വരാം. ഓക്കെ, നോക്കിക്കേ, കാവിയിൽ നിന്ന് ഖദറിലേക്ക് പരിവർത്തനം നടത്തിയ നവോത്ഥാന നായകനാണ്. കാവിയിൽ നിന്ന് ഖദറിലേക്ക് പരിവർത്തനം നടത്തിയ നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. ആരാണ്? വാഗ്ഭടാനന്ദൻ നമ്മുടെ കാവിയിൽ നിന്ന് ഖദറിലേക്ക് ഒരു പരിവർത്തനം നടത്തിയ വ്യക്തിയാണ്. പിന്നെയോ, 1927 കോഴിക്കോട് പ്രീതി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, 1927 പ്രീതി ഭോജനം. എന്താണ്
പ്രീതി ഭോജനം സംഘടിപ്പിച്ച വ്യക്തിയാണ്. എവിടെ? കോഴിക്കോട് പ്രീതി ഭോജനം സംഘടിപ്പിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. എടാ, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുകൂടി ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. പന്തി ഭോജനം, സമപന്തി ഭോജനം, ഓക്കെ, സന്ധി ഭോജനം, സമപന്തി ഭോജനം, മിശ്ര ഭോജനം, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. എടാ, പന്തി ഭോജനം ആരുമായിട്ടാ ബന്ധപ്പെട്ടിരിക്കുന്നേ? തൈക്കാടയ്യയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പന്തി ഭോജനം തൈക്കാടയ്യയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സമപന്തി ഭോജനം ആരുമായിട്ടാണ്? വൈകുണ്ഠ സ്വാമികൾ ഇല്ലേ, അയ്യ വൈകുണ്ഠ സ്വാമികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മിശ്ര ഭോജനം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സഹോദരൻ അയ്യപ്പനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ്? സഹോദരൻ അയ്യപ്പനുമായിട്ടാണ് മിശ്ര ഭോജന പ്രസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 4 തരം ഭോജനം എന്ന് പറയുമ്പോ പന്തി ഭോജനം, സമപന്തി ഭോജനം, മിശ്ര ഭോജനം, ഇപ്പൊ പ്രീതി ഭോജനം, ഈ 4 കാര്യങ്ങൾ ഓർക്കണം. പന്തി ഭോജനം തൈക്കാട് അയ്യയാണ്, സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനാണ്, പ്രീതി ഭോജനം നമ്മുടെ വാഗ്ഭടാനന്ദനാണ്. ഈ 4 കാര്യങ്ങളും മറന്നു പോകരുത് കേട്ടോ. അപ്പോ കമ്മിങ് ബാക്ക് ടു വാഗ്ഭടാനന്ദൻ, 1927 കോഴിക്കോട് വെച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? അവിടെ പ്രീതി ഭോജനം സംഘടിപ്പിച്ചു. എന്ത് സംഘടിപ്പിച്ചു? പ്രീതി ഭോജനം സംഘടിപ്പിച്ചു. നോക്കിക്കേ, ഇളനീരാട്ടം എന്ന് പറയുന്ന ക്ഷേത്ര ചടങ്ങ് തെറ്റാണെന്ന് വാദിച്ചു. ഇളനീരാട്ടം എന്ന് പറയുന്ന ക്ഷേത്ര ചടങ്ങ് തെറ്റാണെന്ന് വാദിച്ച വ്യക്തി കൂടിയാണ് ആര്? ഈ പറയുന്ന നമ്മുടെ വാഗ്ഭടാനന്ദൻ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, വിഗ്രഹാരാധനയൊക്കെ എന്താണ് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ വിഗ്രഹമില്ലാത്ത ആരാധനയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന ആശയത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ നിലനിന്നിരുന്ന ഇത്തരം എന്താ പറയുക, ഇത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളോടും ഒക്കെ ഇദ്ദേഹത്തിന് പൊതുവെ കുറച്ച് വൈമുഖ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇളനീരാട്ടം എന്ന് പറയുന്ന ചടങ്ങിനെ ഇദ്ദേഹം എന്ത് ചെയ്തു? അത് തെറ്റാണ് എന്ന് വാദിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കാവിയിൽ നിന്ന് ഖദറിലേക്ക് മാറിയ ആളാണ്. 1927 കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം സംഘടിപ്പിച്ച വ്യക്തിയാണ്. ഇളനീരാട്ടം എന്ന് പറയുന്ന ഒരു ക്ഷേത്ര ചടങ്ങിനെ അത് യുക്തിരഹിതമാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് വാദിച്ച വ്യക്തി കൂടിയാണ് ആര്? വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ ഇത്രയും കാര്യം പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡുകൾക്കെതിരെ മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. 1932 കമ്മ്യൂണൽ അവാർഡുകൾക്കെതിരെ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോ അതിനെ അനുകൂലിച്ചുകൊണ്ട്, ഗാന്ധിജിയുടെ ഈ ഒരു സമര നയത്തെ അനുകൂലിച്ചുകൊണ്ട് സേവ് ഗാന്ധിജീസ് സോൾ എന്ന് പറയുന്ന ഒരു ലേഖനം കൂടി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് സേവ് ഗാന്ധിജീസ് സോൾ? അവിടെ നിന്നായിരിക്കും ചോദ്യം വരുന്നത് അല്ലെ. സേവ് ഗാന്ധിജീസ് സോൾ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ടുള്ള നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. ഏത് സാഹചര്യത്തിലാണ് എഴുതിയിട്ടുള്ളത്? 1932 കമ്മ്യൂണൽ അവാർഡുകൾക്കെതിരെ മരണം വരെ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച ഗാന്ധിജിയെ അനുകൂലിച്ചുകൊണ്ടാണ് സേവ് ഗാന്ധിജീസ് സോൾ എന്ന് പറയുന്ന ആ ലേഖനം നമ്മുടെ വാഗ്ഭടാനന്ദൻ എഴുതുന്നത് ഓർത്തു വെക്കണം. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് മാതൃകയായിരുന്നത് ഈ ഒരു സാമൂഹിക പരിഷ്കരണ രംഗത്ത് അല്ലെങ്കിൽ നവോത്ഥാന രംഗത്ത് ഇദ്ദേഹത്തിന് ഒരു മാതൃകയായ വ്യക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയ് തന്നെയായിരുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയിയെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ്, അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വാഗ്ഭടാനന്ദൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോടാ? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത കാര്യം നമുക്ക് നോക്കാം. വാഗ്ഭടാനന്ദന്റെ ഗുരു ആരാണ്? ഇനി അത് ചോദിക്കാം. വാഗ്ഭടാനന്ദന്റെ ഗുരു ആരാണ്? എടാ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദന്റെ ഗുരു എന്ന് പറയുന്നത്. VK ഗുരുക്കൾ അഥവാ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളെ വാഗ്ഭടാനന്ദൻ എന്ന് പുനർനാമകരണം ചെയ്തതും, അല്ലെങ്കിൽ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്ത് കൊടുത്തതും ആര് തന്നെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലെ. വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന പേര് കൊടുത്തതും ആരാണ്? നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നമ്മുടെ ഇതേ വാഗ്ഭടാനന്ദന്റെ ഗുരുവും ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ്. ഇനി
അദ്ദേഹം നമ്മൾ പറഞ്ഞില്ലേ, വാഗ്ഭടാനന്ദനെ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന 1917 സ്ഥാപിക്കപ്പെട്ട ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. എന്നാൽ അതിനു മുൻപ് അദ്ദേഹം കോഴിക്കോട് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചിരുന്നു. കോഴിക്കോട് കേന്ദ്രമാക്കി അദ്ദേഹം ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചിരുന്നു. അതിന്റെ പേരാണ് തത്വപ്രകാശിക എന്ന് പറയുന്നത്. എന്താണ് തത്വപ്രകാശിക? 1906 അദ്ദേഹം എന്ത് ചെയ്തത്? തത്വപ്രകാശിക സ്ഥാപിക്കുന്നത്. 1906 തത്വപ്രകാശിക സ്ഥാപിക്കുന്നത് എന്ന് ഓർത്തു വെച്ചോളുക. ഓക്കെ അല്ലേ? അപ്പോ 1906 കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തത്? ആ തത്വപ്രകാശിക എന്ന് പറയുന്ന സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖല മുഴുവൻ മലബാർ കേന്ദ്രീകരിച്ചായിരുന്നത് കൊണ്ട് തന്നെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് ആരറിയപ്പെട്ടത്? വാഗ്ഭടാനന്ദൻ അറിയപ്പെട്ടത്. ഓർത്തു വെക്കണം, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് അറിയപ്പെട്ട വ്യക്തി കൂടിയാണ് ആര്? നമ്മുടെ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത് കേട്ടോ. മലബാറിലെ ശ്രീനാരായണ ഗുരുവാണ് ആരെന്ന് പറയുന്നത്? വാഗ്ഭടാനന്ദൻ. അദ്ദേഹം നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന കാര്യമാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് അല്ലെ. 1917 കുമാരപുരത്താണ് അദ്ദേഹം ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത്. 1917 അദ്ദേഹം സ്ഥാപിച്ച സാമൂഹിക സംഘടനയാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ വിഗ്രഹാരാധനകളായിക്കോട്ടെ, യുക്തിക്ക് നിരക്കാത്ത യുക്തിരഹിതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, ഇവയോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുക എന്ന കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. എന്നിട്ട് നോക്കിക്കേ, 1917 നമ്മൾ പറഞ്ഞില്ലേ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? 1917 തത്വപ്രകാശിക എന്നാണ് 1906 തത്വപ്രകാശിക എന്തായിരുന്നു? സംസ്കൃത വിദ്യാലയങ്ങളായിരുന്നു അല്ലെ, സംസ്കൃത വിദ്യാലയങ്ങളായിരുന്നു. ഇനി നോക്കിക്കേ, ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രത്തിന് ഒരു പേരുണ്ടായിരുന്നു, അഭിനവ കേരളം. എന്തായിരുന്നു? അഭിനവ കേരളം എന്ന് പറയുന്നത്. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം എന്ന് പറയുന്നത്. അഭിനവ കേരളം എന്നു തൊട്ടാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്? 1921 തൊട്ടാണ്. 1921 തൊട്ടാണ് അഭിനവ കേരളം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. നോക്കിക്കേ, നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിലെ മലബാർ പ്രദേശം കേന്ദ്രമാക്കിയിട്ടായിരുന്നു ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വാഗ്ഭടാനന്ദനെ അറിയപ്പെടുന്നതിന് തന്നെയുള്ള കാരണം. ഓക്കെ, അപ്പൊ 1917 ആത്മവിദ്യാ സംഘം കുമാരപുരത്തായിരുന്നു. 1921 അഭിനവ കേരളം എന്ന പേരിൽ അതിനൊരു മുഖപത്രം ഉണ്ടായി. ആണല്ലോ, മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് തന്നെ മലബാറിലെ ശ്രീനാരായണ ഗുരുവെന്ന് കൂടി ആരറിയപ്പെട്ടു? വാഗ്ഭടാനന്ദൻ അറിയപ്പെട്ടു. ഓക്കെ അല്ലേടാ? സെറ്റ് ആണല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത് നോക്കിക്കേ. ഇനി നോക്കിക്കേ, ഇദ്ദേഹം ശ്രീനാരായണ ഗുരു, മലബാറിലെ ശ്രീനാരായണ ഗുരു ആണെങ്കിലും സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിനെ ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നായിരുന്നു? 1914 കേട്ടോ. 1914 വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടൽ ഉണ്ടാകുന്നത് എന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു കർഷക തൊഴിലാളികളുടെ മിത്രമാണ് ആരെന്ന് പറയുന്നത്? വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അല്ലെ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഊരാളുങ്കൽ തൊഴിലാളി സംഘം എന്ന് പറയുന്നത്. അപ്പോ തൊഴിലാളി സംഘങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഊരാളുങ്കൽ തൊഴിലാളി സംഘം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം ഇതിനു മുൻപും കഴിഞ്ഞ LDC, LGS പോലുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഓർത്ത് വെക്കുക. ഇനി നോക്കിക്കേ, വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തില് ചില മാസികകൾ കൂടി ചില ആനുകാലികങ്ങൾ കൂടി പുറത്തു വരികയുണ്ടായി. അതിന്റെ പേരാണ് ശിവയോഗ വിലാസം. എന്തൊക്കെയാണ്? ശിവയോഗ വിലാസം, യജമാനൻ, ആത്മവിദ്യാ കാഹളം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരില് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ 3 മാസികകളാണ്. ഏതൊക്കെയാണ്? യജമാനൻ, ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം. എന്തൊക്കെയാണ്? ശിവയോഗ വിലാസം. ശിവയോഗ വിലാസവും
യജമാനനും ആത്മവിദ്യാ കാഹളവുമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള എന്ത് മാസികകൾ എന്ന് പറയുന്നത്, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം, ചോദ്യം വരാം. ഓക്കെ, ഇന്ന് നോക്കിക്കേ, ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്ന ആ ഒരു മാസികയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്ത്? അതിന്റെ മുഖക്കുറിപ്പ് തന്നെയാണ്. അതിന്റെ മുഖക്കുറിപ്പ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ളതാണ്. എന്താണ്? ഉണരുവിൻ, അഖിലേശ്വനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. എന്താണ്? ഉണരുവിൻ, അഖിലേശ്വനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന മുഖക്കുറിപ്പ് ഏത് മാസികയ്ക്കായിരുന്നു, അല്ലെങ്കിൽ ഏത് ആനുകാലികത്തിനായിരുന്നു? ആത്മവിദ്യാ കാഹളത്തിനായിരുന്നു. ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്? വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞല്ലോ, ഒരു യോഗയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, യോഗ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി യോഗയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് ആസ്ഥാനമായിട്ട് ഒരു യോഗശാല സ്ഥാപിച്ചു. ആ യോഗശാലയുടെ പേരാണ് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞ രാജയോഗ നന്ദ കൗമുദി എന്ന് പറയുന്നത്. രാജയോഗ നന്ദ കൗമുദി എന്ന് പറയുന്നത് 1911 അതിന്റെ അത് സ്ഥാപിക്കപ്പെടുന്നത്. രാജയോഗ നന്ദ കൗമുദി സ്ഥാപിക്കപ്പെടുന്നത് 1911 എന്ന് ആലോചിച്ചോളുക. ഇനി നോക്കിക്കേ, വാഗ്ഭടാനന്ദനെ തന്റെ ആത്മീയ ഗുരുവായി കണ്ട മലയാള സാഹിത്യ നിരൂപകനായിരുന്നു ആര്? ശ്രീ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്നത്, അല്ലെ? വാഗ്ഭടാനന്ദനെ തന്റെ ആത്മീയ ഗുരുവായിട്ട് കണ്ട വ്യക്തിയാണ് ആര്? സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രശസ്തനായ നിരൂപകൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം, അല്ലെ? കർഷക തൊഴിലാളികളുടെ മിത്രമാണ്, VK ഗുരുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ഇതിന്റെ കൂടെ ആത്മവിദ്യാ സംഘത്തെ കുറിച്ച്, തത്വപ്രകാശിക ആശ്രമത്തെ കുറിച്ച്, അതേപോലെ തന്നെ ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം, യജമാനൻ തുടങ്ങിയ മാസികകളെ കുറിച്ച്, അതേപോലെ തന്നെ അതിന്റെ മുഖക്കുറിപ്പായിട്ടുള്ള ആ വരികളെ കുറിച്ചൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചോണം. ചോദ്യങ്ങൾ ഒരുപാട് വരാം. നമ്മളിപ്പോ പറഞ്ഞ രാജയോഗ നന്ദ കൗമുദി എന്ന് പറയുന്ന യോഗശാലയെ കുറിച്ച്, മലബാറിലെ ശ്രീനാരായണ ഗുരുവാണെന്ന വിശേഷണത്തെ കുറിച്ച്, അതേപോലെ തന്നെ 1914 സാക്ഷാൽ ശ്രീനാരായണ ഗുരുവുമായി ഇദ്ദേഹത്തിനുണ്ടായ കൂടിക്കാഴ്ചയെ കുറിച്ച്, ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളുടെ മൈൻഡിലൂടെ വാഗ്ഭടാനന്ദനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കടന്നു പോകണം. ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള സാധ്യതകളും ഒരുപാടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വചനം, അല്ലെ? അദ്ദേഹം ക്ഷേത്ര പ്രതിഷ്ഠകൾക്കും വിഗ്രഹാരാധനകൾക്കും അനാവശ്യമായ ദുരാചാരങ്ങൾക്കും ഒക്കെ എതിർപ്പായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാചകങ്ങളിലും അത് തെളിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനം നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനം എന്താ? ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പൊ ജാതി മത ചിന്തകൾക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ വീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് ജാതി പ്രമാണം. അതായത് ഈ ജാതിയുടെ പേരിൽ നമ്മൾ നടത്തുന്ന ഉച്ചനീചത്വ വ്യവസ്ഥ, അല്ലെങ്കിൽ അക്കാലത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വ വ്യവസ്ഥ എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിന്റെ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ തന്നെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ വാഗ്ഭടാനന്ദന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ, നിങ്ങൾ ഏത് നവോത്ഥാന നായകനെ പഠിച്ചാലും അവരുടെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ച് ധാരണ വരുത്തി വെക്കണം. അതിന്റെ പേരുകളെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? 1 അധ്യാത്മ യുദ്ധം എന്ന് പറയുന്നത്, 2 ഈശ്വര വിചാരം എന്ന് പറയുന്നത്, 3 ആത്മവിദ്യ എന്ന് പറയുന്നത്, പിന്നെയോ മാനസ ചാബല്യം, ആത്മവിദ്യാലേഖമാല എന്ന് പറയുന്നത്, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാ മഞ്ജരി, സ്വതന്ത്ര ചിന്താമണി, മംഗള ശ്ലോകങ്ങൾ, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും. എന്തൊക്കെയാണ്? അപ്പൊ ഈ പറയുന്നതൊക്കെയാണ് അധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, ആത്മവിദ്യ, മാനസ ചാബല്യം, ആത്മവിദ്യാലേഖമാല, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാ മഞ്ജരി, സ്വതന്ത്ര ചിന്താമണി, മംഗള ശ്ലോകങ്ങൾ, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തെ കുറിച്ചും 2 ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഗ്ഭടാനന്ദനെ കുറിച്ചുണ്ടായ ഗ്രന്ഥങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ ആലോചിക്കണം. വാഗ്ഭടാനന്ദനെ കുറിച്ചുണ്ടായ 2 കൃതികളാണ്. 1 ആർ ബാലകൃഷ്ണന്റെ
പന്തി ഭോജനം എന്ന് പറയുന്ന കൃതി. എന്താണ്? ആർ ബാലകൃഷ്ണന്റെ പന്തി ഭോജനം എന്ന് പറയുന്ന കൃതിയില് വാഗ്ഭടാനന്ദനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇനിയോ ശ്രീ വാഗ്ഭടാനന്ദന്റെ പേരിൽ ഒരു ജാരസന്തതി എന്ന് പറയുന്ന ഒരു കൃതി, ശ്രീ വാഗ്ഭടാനന്ദന്റെ പേരിൽ ഒരു ജാരസന്തതി എന്ന് പറയുന്ന കൃതി PVK നെടുങ്ങാടിയാണ് എഴുതിയത്. ആരാണ്? PVK നെടുങ്ങാടിയാണ് എഴുതിയത്. അങ്ങനെ രണ്ട് പുസ്തകങ്ങളാണ് വാഗ്ഭടാനന്ദനെ കുറിച്ച് ഉള്ളതായിട്ട് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങളുടെ പേര്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളുടെ പേര്, അദ്ദേഹത്തിന്റെ സംഭാവനകൾ തുടങ്ങിയവ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കണ്ടു. അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. വാഗ്ഭടാനന്ദൻ ഒരു മസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് തരത്തിൽ തന്നെ ചോദ്യം വരും. അപ്പോൾ എവിടൊക്കെ ചോദ്യങ്ങളാകാൻ അല്ലെങ്കിൽ ചോദ്യ മേഖലയാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ, പോയിന്റുകളെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പരീക്ഷ അല്ലെ, ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ 1 മാർക്കിന്റെ കേസ് ആണ് അല്ലെ. ഈ പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിലും അടുത്ത പരീക്ഷയ്ക്കും ഒക്കെ ചോദിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് വാഗ്ഭടാനന്ദൻ. കേരള നവോത്ഥാനത്തിൽ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. അപ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 5AM ക്ലബിന്റെ ഈ 51ാമത് എപ്പിസോഡ് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. നന്നായിട്ട് പഠിക്കുക. വീണ്ടും വീണ്ടും തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ ഊർജ്ജത്തോടു കൂടി അല്ലെങ്കിൽ ഇതിനപ്പുറം ഇതിലധികം ഊർജ്ജത്തോടു കൂടി കോൺഫിഡൻസോട് കൂടിയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ. ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കെല്ലാം വിജയാശംസകൾ നേരുന്നു. മറ്റുള്ളവർക്കും പരീക്ഷ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. വിചാരിക്കുന്ന പോർഷൻസ് ഒക്കെ പഠിച്ചു തീർക്കാൻ കഴിയട്ടെ. പഠന വഴികളിൽ എന്നും നന്മ മാത്രം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി സുപ്രഭാതം നേരുന്നു. നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.